ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് ഞാൻ കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള 1/2 കിലോ തൂക്കം വരുന്ന ക്രീം കേക്കിൻ്റെ ബേസിക് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഒരു 3 മിനിറ്റെങ്കിലും കണ്ടിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്പാമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് അരപ്പിയിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 125 ml കപ്പാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 തവണ അരിച്ചെടുത്താൽ നല്ലതായിരിക്കും. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊക്കെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ മുട്ട ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പൊടിച്ചിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ്. മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബാറ്ററിലേക്ക് ഞാൻ വാനില എസൻസ് അല്ല, വാനില പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റിയാണ് വാനില പൗഡർ ചേർത്ത് കൊടുത്താൽ. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1.5 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ലോ സ്പീഡിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ റൗണ്ട് ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിൽ വെച്ചിട്ടും സോസ് പാനിൽ വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനും ഒക്കെ അനുസരിച്ച് സമയം മാറ്റം വരും. ഇനി നമുക്ക് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ 1/2 കിലോ തൂക്കം വരുന്ന കേക്കിന് വേണ്ടിയിട്ടുള്ള ബേസിക് സ്പോഞ്ച് കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട് മന്ന കിച്ചൺ. അതിലെല്ലാവരും ജോയിൻ ചെയ്യാനും ഫോട്ടോസൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാനും കൂടി മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.